ആരാ? ഇത് ഞാനാ അപ്പു. ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. കല്യാണ വസ്ത്രങ്ങളായിരിക്കും അല്ലേ? അതെ. നാളെയാണ് ബാലൻ മാഷിന്റെ മോളും നീയുമായിട്ടുള്ള കല്യാണം. അത് ഞങ്ങൾ നടത്തിക്കില്ലല്ലോ മോനെ. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ലല്ലോ. എടാ മണ്ട, ഉണ്ണിയുടെ പെങ്ങളെ നീ കെട്ടുകയാണെങ്കിൽ നാട്ടുകാരെ കൈമുഴുവൻ നിന്റെ പുറത്തു തന്നെയായിരിക്കും. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഇന്ന് കാലത്ത് ഉണ്ണിയെ ഞാനൊരു കാര്യം ഏൽപ്പിച്ചു. അവനത് ഭംഗിയായിട്ട് നിർവഹിച്ചു. വൈകിട്ട് മാട്ടത്തറയിലെ ഭാർഗവക്കുറിപ്പ് ഒരു കാര്യം ഏൽപ്പിച്ചു. അതും അവൻ ഭംഗിയായിട്ട് നിർവഹിച്ചു. ഇത്ര ഭംഗിയായിട്ട് ജോലി ചെയ്യുന്ന ഉണ്ണിക്ക് പറ്റിയൊരു സമ്മാനം ഞാൻ തന്നിരിക്കണ്ടേ? ഒരു ചെറിയ പണി. മൂസ അതങ്ങ് കൊടുത്തു. മോനെ, ഇത്രയും നാൾ എന്റെ പൊന്നുമക്കൾ. ഇനി തരാൻ പോകുന്നത് നിന്റെ അളിയന് ഉണ്ണിക്ക്. ഈ മണ്ഡപത്തിന്റെ പണിയൊക്കെ നിൽക്കട്ടെ. അത് ഈ കല്യാണം തന്നെ വേണോ വേണ്ട തീരുമാനം. എന്താ എന്തു പറ്റി? കർത്താവെ ചതിച്ചോ? വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത് മോനെ? എന്തുണ്ടാകാനാ? മോനോട് ചോദിക്ക, അവൻ എന്താ പണിയുന്നു? പറയാൻ ബുദ്ധിമുട്ട് കാണും. ഞാൻ പറയാം. കൂലിത്തല്ല്, കാശ് വാങ്ങി ആളെ തല്ലല്, എവൻ തല്ലുന്നവരുടെ മറുതല്ല് വാങ്ങാൻ എനിക്ക് വയ്യ. അധ്വാനിച്ച് ജീവിക്കുന്നവനാ ഞാൻ. ഇനി അന്തസ്സായിട്ട് അധ്വാനിച്ച് ജീവിക്കണമെന്നാ മോഹം. ഒരു കൂലിത്തല്ലുകാരന്റെ പെങ്ങളെ കെട്ടി ഇനിയും തല്ലുകൊള്ളാൻ എനിക്ക് നാണക്കേടും ബുദ്ധിമുട്ടും ഉണ്ട്. ഇത് കണ്ടോ? പറയടാ, ഞാൻ ഈ കേട്ടൊക്കെ സത്യമാണോ? അപ്പോ ഉണ്ണി ചെയ്ത വിവരക്കേടിന് ആ പാവം പെൺകുട്ടിയുടെ ജീവിതം തകർക്കണോ? നാടിറങ്ങി കല്യാണം നാളെ നടക്കാതെ വന്നാൽ ചർലേച്ച് പിന്നെ ജീവിച്ചിരിക്കും തോന്നുന്നുണ്ടോ? എന്ന് കരുതി ഒരു പെണ്ണ് കെട്ടുന്ന കുറ്റത്തിന് എന്റെ മുഖം തെരുവോരത്തെ ചെണ്ടാക്കാൻ എനിക്ക് പറ്റില്ല. ഈ കല്യാണത്തിന് ഞാനില്ല. മോനെ, അങ്ങനെ വാശി പിടിക്കല്ലേ. എല്ലാത്തിനും ഒരു നീക്കുപോക്കില്ലേ? മരിച്ചുപോയ ആ വലിയ മനുഷ്യന്റെ മകളെ കുരിശിലേറ്റാൻ മാത്രം അവൾ എന്ത് പിഴച്ചു? മോനെ, എന്റെ സരള. ബാലൻ മാഷ കരുതി സരളെ ഞാൻ പറഞ്ഞ സമയത്ത് എന്നെ കെട്ടിക്കോണം. പക്ഷെ ഒരു കാര്യം, നാളെ ഞാൻ താലി കെട്ടുന്ന സമയത്തോ അതിനുശേഷോ ഉണ്ണി ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് ഞാൻ വേണോ ഉണ്ണി വേണോ? അപ്പോ പറഞ്ഞത് കേട്ടല്ലോ. ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോവാൻ. ഈ നാട് മുഴുവൻ ബഹുമാനിച്ചിരുന്ന എന്റെ ബാലേട്ടൻ ഒരു വാക്കുകൊണ്ട് പോലും ഒരാളിനെ വേദനിപ്പിച്ചിട്ടില്ല. ആ ബാലേട്ടന്റെ മോനായ നീ ഒരു കൂലിത്തല്ലുകാരനായിട്ട്. വേണ്ട, എന്റെ പെൺകുട്ടികൾക്കെങ്കിലും ഒരു ജീവിതം കിട്ടട്ടെ. ഓ, എവിടെങ്കിലും ഇറങ്ങിപ്പോയി തൊലപ്പോ. നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞല്ലോ, എന്റെ ശവം കാണാൻ പോലും നീ മുറ്റത്ത് കയറി പോരുത്. ഇറങ്ങി പോവാൻ. എന്താ ഉണ്ണി? വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത്. കൊള്ളാം. ഈ പുഴ കലങ്ങുന്നത് ഞാൻ ഒരുപാട് കണ്ടതാ. എത്ര കലങ്ങി മതിച്ചാലും ഒടുവിൽ അതങ്ങ് തെളിയും. എല്ലാത്തിനും ഒരു സമയമുണ്ട്. താൻ ചോറുണ്ണടോ. ഉണ്ണി, ഉണ്ണി, ഷിബു വന്നിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും തിരയുവാ. എന്റെ അച്ഛനെ തല്ലിന് പകരം ചോദിക്കാൻ വന്നതാ. എല്ലാം ഒന്ന് തെളിയുന്ന വരുന്ന എങ്ങോട്ടെങ്കിലും മാറിക്കോ. കഴുതേ, നിന്റെ കെട്ടിയെടുക്കാൻ കണ്ടൊരു നേരം. നീ വിളമ്പിയ ചോറുണ്ട്. പത്രോച്ചേട്ടാ, നേർച്ചക്കുഴിയുടെ ജന്മം എന്റേത്. എന്നെ തെളിയുന്നവനെ ഞാൻ തന്നെ എന്ന് കണ്ടോളാം. അപ്പൊ തീരുമാനമാകുമല്ലോ ഇനി ജീവിക്കണോ വേണ്ടയോ. ഉണ്ണി, വേണ്ട മോനെ, വേണ്ടടാ.
പറയട്ടാ. വേണ്ട. ഞാൻ തല്ലാനും കൊല്ലാനൊന്നും വന്നതല്ല. എന്റെ അച്ഛനായതുകൊണ്ട് പറയല്ല. അടി ചോദിച്ചു വാങ്ങുന്ന ടൈപ്പാ. പക്ഷെ എന്ത് ചെയ്യാം, അച്ഛനായി പോയില്ലേ. എനിക്ക് പറ്റാത്തത് ചെയ്താ ആ കൈ തന്നെ ഇങ്ങോട്ട് തന്നേന്ന്. നിനക്കറിയോ ഞാൻ എന്താ പട്ടണത്തിൽ പോയി ജീവിക്കുന്നെന്ന്? ഞാനിവിടെ നിന്നാൽ ചിലപ്പോ നീ ചെയ്തത് ഞാൻ ചെയ്തെന്ന് വരും. അച്ഛനെ തല്ലിയാണെന്ന് പേരുദോഷം വാങ്ങണ്ടെന്ന് കരുതിയ. അല്ലാതെ എടാ ഉണ്ണി, എന്താടാ ഇതൊക്കെ? എടാ, എന്റെ അച്ഛനോ ഒരു പഴഞ്ചൻ, അങ്ങേർക്ക് കണ്ണിന് കണ്ണ് ചോരയ്ക്ക് ചോര, വിവരവും വിദ്യാഭ്യാസമുള്ള നീയൊക്കെ എങ്ങനെയായ കഷ്ടം. ഒന്ന് ചിരിക്കടാ. എല്ലാ പ്രശ്നങ്ങളും അറിഞ്ഞ് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. ഒക്കെ നമുക്ക് സോൾവ് ചെയ്യണം. നീ എന്താടാ ഒരു മാതിരി കിഴങ്ങൊഴുങ്ങിയ പോലെ? ചെല്ലട്ടെ, വൈകിട്ട് കാണാം. മല പോലെ വന്നത് മഞ്ഞ് പോലെ പോയി. മനുഷ്യനെ പേടിപ്പിക്കാൻ നടക്കുന്നു വിളക്കൂതി. കേട്ടപ്പോ തോന്നി മൂന്നാം ലോകമഹായുദ്ധം തുടങ്ങാൻ പോവുകയാണെന്ന്. ഒരടി നടന്നു കണ്ടല്ലോ, സമാധാനായി. ഇനി ചത്തോട്ടെ. ധർമ്മത്തിൽ മേടിക്കേണ്ട വല്ല കാര്യമുണ്ടാ? സരോജിനിയേ, സരോജിനി, വരുന്നു. എന്നാ ഇടാങ്ങളത് വേറെ ഒന്നും എടുക്കേ. എന്താണെന്ന് ഒരു ക്രമപ്രശ്നം? ഒന്നും പറയണ്ട മോനെ, ആ പണ്ടാരത്തിന്റെ ഒരു ചൊറിച്ചില്. നിന്റെ അമ്മ എന്തോരം കഞ്ഞി മശ മുക്കി വെച്ചിരിക്കുന്നത്. ദേഹം എല്ലാം ചൊറി പിടിച്ചു. അമ്മയെ കുറ്റം പറഞ്ഞിട്ടെന്താ? അച്ഛന്റെ യൂണിഫോം അല്ലേ? കതർ എത്ര വടി പോലെ നിൽക്കുന്നോ അത്രയുമുണ്ട് നേതാവിന്റെ മഹത്വം. ആ നീ ചോറെടുക്ക. നീ കഴിച്ചോടാ. ഇല്ല, നിങ്ങൾ മേലി എഴുന്നില്ലെങ്കിൽ രണ്ടുപേർക്കും ഒന്നിച്ചെടുക്കാം. ഓ ശരി ശരി, വേഗം എടുത്ത് വെക്കടി കരുതേ. ആ മക്കളെ, ഇന്ന് DC ആയിരുന്നു. പിരിയാൻ കുറച്ച് വൈകി. നീ വന്ന വിവരം ഞാൻ അങ്ങോട്ട് വെച്ചേ അറിഞ്ഞു. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? ബിസിനസ് ഒക്കെ മോശമാണ് അച്ഛാ. എനിക്ക് മടുത്തു. അതുകൊണ്ടാണ് അച്ഛൻ വിളിച്ചപ്പോ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഞാനതല്ല ഉദ്ദേശിച്ചത്. നീ വരുന്ന വഴിക്ക് ഉണ്ണിയെ കണ്ടെന്നോ നിങ്ങൾ തമ്മിൽ സുല്ല എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. ഓ, അതാണോ കാര്യം? അച്ഛാ, ഒന്നുമില്ലെങ്കിൽ ഞാനും അവനും ഒക്കെ ഒന്നിച്ച് കളിച്ചും ചിരിച്ചും വളർന്നവരല്ലേ. വെട്ടും കുത്തും ഒക്കെ രാഷ്ട്രീയക്കാർക്കേ ചേരൂ. എന്റെ ലൈൻ അതല്ല. മോനെ, നിന്റെ അച്ഛൻ രാഷ്ട്രീയക്കാരന്. ഒന്നുമില്ലായ്മയിൽ നിന്നും രാഷ്ട്രീയം കളിച്ചുണ്ടാക്കുന്ന ഇതല്ല. എല്ലാം നിനക്ക് വേണ്ടിട്ടാ. ചുറ്റിനും ശത്രുക്കളാ മോനെ. നീ എന്നെ വകവച്ചില്ലെങ്കിൽ എന്റെ ശത്രുക്കൾ എന്നെ എടുത്ത് കോണാനൊടുക്കും.